എൻ്റെ ബലമായ സംശയം മുഗൾ രാജവംശത്തിന് ആ പേര് വരാൻ കാരണം അവർ അമ്പലങ്ങൾ പൊളിച്ച് അതിനു മുകളിൽ പള്ളികൾ പണിതിരുന്നത് കൊണ്ടാണ് എന്നാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ്. തിരുവനന്തപുരത്ത് ബസ്സുകൾക്കിടയിൽപ്പെട്ട യുവാവ് മരിച്ചു. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ KSRTC ബസ്സിനും സ്വകാര്യ ബസ്സിനും ഇടയിൽപ്പെട്ടായിരുന്നു അപകടം. മത്സരോട്ടത്തിന്റെ കാര്യത്തിൽ KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും ഒരുപോലെയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തും അപഹരിക്കാൻ ഇവർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് ഈ അപകടം. അതാണ് അതിശയം. ബസ്സുകളുടെ മത്സര ഓട്ടം തടയാൻ ഒരു സർക്കാരുകളും ഒരു നടപടിയും എടുക്കുന്നില്ല എന്നതാണ് അത്ഭുതം. നമ്പർ 1 കേരളത്തിൽ അവനവൻ സൂക്ഷിച്ചാൽ അവനവന് കൊള്ളാം. ഞമ്മന്റെ ആൾക്കാർ പറയുന്നത് വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നാണ്. എന്നാൽ മറ്റുള്ളവർ വൺസ് ടെമ്പിൾ ഓൾവേസ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അത് ഞമ്മന്റെ ആൾക്കാർക്ക് പറ്റില്ല. മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശങ്ങൾ: ബോഡി ഷെയ്മിംഗ് വേണ്ട, ക്ലാസ്സിൽ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ഫീസ് ചോദിക്കരുത്, പണം ഇല്ലെന്ന കാരണത്താൽ സ്കൂളിലെ ഒരു കുട്ടിയെ പോലും പഠനയാത്രയിൽ ഉൾപ്പെടുത്താതിരിക്കരുത്, സ്കൂൾ ആഘോഷങ്ങളിൽ സമ്മാനങ്ങൾ കൊണ്ടുവരാൻ വിദ്യാർത്ഥികളെ നിർബന്ധിക്കരുത്. ഒരുപാട് കാര്യങ്ങളിൽ ഇദ്ദേഹത്തോട് എതിർപ്പുണ്ടെങ്കിലും ഈ കാര്യത്തിൽ ഇയാളോടൊപ്പം നിൽക്കുന്നു. നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയുക തന്നെ വേണം. ഇനിയും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. 1970 ലൈസൻസ് എടുക്കുമ്പോൾ അതൊരു ചരിത്രമാകുമെന്ന് പുഷ്പലത കരുതിയിരുന്നില്ല. കേരളത്തിൽ ആദ്യമായി ലൈസൻസ് എടുത്ത വനിതയാണ് പുഷ്പലത പൈ. 52 വർഷങ്ങൾക്ക് മുൻപ് സ്കൂട്ടറുകൾ തന്നെ അപൂർവമായിരുന്ന അക്കാലത്ത് ഒരു സ്ത്രീ തനിയെ സ്കൂട്ടർ ഓടിച്ചു പോകുന്നത് അന്നത്തെ ആളുകൾക്ക് അത്ഭുതമായിരുന്നു. അക്കാലത്ത് പരിഹസിച്ചവരുടെ പിൻഗാമികളായ സ്ത്രീകൾ ഇന്ന് സ്കൂട്ടറിൽ ചീറിപ്പായുന്നുണ്ടാവും. സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാൻ ലൈസൻസ് കൊടുക്കാത്ത രാജ്യങ്ങളും ഇന്ന് ലൈസൻസ് കൊടുത്ത് നിയമം മാറ്റി. എന്നിട്ടും ഇക്കാലത്ത് ഈ നൂറ്റാണ്ടിലും ഇവിടെ ചിലർ ചാക്കിൽ കയറി പുകഞ്ഞു ജീവിക്കുകയാണ്. രാത്രി പെൺകുട്ടികളെ കാണാൻ കാമുകന്മാരും ആൺസുഹൃത്തുക്കളും ഒരേ സമയമെത്തി. ഏറ്റുമുട്ടൽ, പോസ്കോ കേസ്. ഇതിൽ പെൺകുട്ടിയാണ് കുറ്റക്കാരി. ആൺകുട്ടികളെ വിളിക്കുമ്പോൾ ഓരോരുത്തർക്കും ടൈം സെറ്റ് ചെയ്ത് വിളിക്കേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. പ്ലാനിങ് ഇല്ലാത്തതിന്റെ പ്രശ്നം നല്ല രീതിയിലുണ്ട്. കാമുകന്മാരെയും ആൺസുഹൃത്തുക്കളെയും ഒരേ സമയം വിളിച്ചു വരുത്തിയ അവളുടെ ടൈമിങ് തെറ്റിയതാണ്. ടൈം സെറ്റ് ചെയ്യാതെ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചാൽ ദേ ഇങ്ങനെ ഇരിക്കും. ചിലപ്പോ തെറ്റായ ചോദ്യമായിരിക്കും. ഞാൻ ഇതുവരെ ഒരു ആഡ് ഒന്നും ചെയ്യണ കണ്ടിട്ടില്ല, പരസ്യത്തിലൊന്നും കണ്ടിട്ടില്ല. അതെന്താ, സത്യത്തിൽ ചെയ്തിട്ടുണ്ടോ അതോ ഇല്ല? എന്റെ ഒരു നിലപാടെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു ഉൽപ്പന്നത്തെ കുറിച്ചിട്ട് നമ്മൾ ഈ ജനങ്ങളോട് പറയണമെങ്കിൽ ആദ്യം ആ ഉൽപ്പന്നത്തെ കുറിച്ച് എനിക്കൊരു കൃത്യമായ ബോധ്യം ഉണ്ടാവണം. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇപ്പൊ ഇന്ന സോപ്പ് വാങ്ങി നിങ്ങൾ ഉപയോഗിക്കൂ, നിങ്ങളുടെ ചൊറി മാറും എന്ന് ഞാൻ പറയണമെങ്കിൽ ആദ്യം സ്വന്തമായിട്ട് എനിക്ക് ചൊറി ഉണ്ടാവണം. എന്നിട്ട് ഞാൻ സോപ്പ് നിരന്തരം വാങ്ങണം, ഈ സോപ്പ് വാങ്ങണം, നിരന്തരം ഉപയോഗിക്കണം. ഉപയോഗിച്ചിട്ട് എന്റെ ചൊറി മാറി എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സ്നേഹിക്കുന്ന എന്നെ ഞാനാക്കിയ ഒരു ജനതയോട് നിങ്ങൾ ഈ സോപ്പ് വാങ്ങി ഉപയോഗിക്കുമെന്ന് എനിക്ക് പറയാൻ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഉളുപ്പുമില്ലാതെ പറയാൻ എനിക്ക് പറ്റൂ. ഇതൊക്കെയാണ് നിലപാട്. പണം വാങ്ങി പരസ്യങ്ങളിലൂടെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുന്ന സൂപ്പർ സ്റ്റാറുകളും പ്രമുഖരും ഇദ്ദേഹത്തെ കണ്ട് പഠിക്കണം. 2011 പിണറായിയുമായി ചർച്ച നടത്തി. 6 തിരഞ്ഞെടുപ്പുകളിൽ പിന്തുണച്ചു. ജമാഅത്തെ ഇസ്ലാമി അമീർ. LDFന് വോട്ട് കൊടുത്തത് പിണറായിയുമായി ചർച്ച നടത്തിയിട്ട് ജമാഅത്തെ ഇസ്ലാമി. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇടതുപക്ഷം എങ്ങനെയാണ് കേരളത്തിൽ അധികാരം തുടർച്ചയായി പിടിക്കുന്നതെന്ന്. തീവ്രവാദികളുമായി കൂട്ടുചേർന്ന് അവരുടെ വോട്ട് വാങ്ങിയാണ് അവർ കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം എപ്പോഴും തീവ്രവാദത്തെയും തീവ്രവാദികളെയും സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ഇവർ ഈ രാജ്യത്തെ ഇത്രയും നാളും ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ രാജ്യത്തെ തകർക്കാൻ കൂട്ടുനിൽക്കുകയായിരുന്നു. ഇനിയും ഇവർ വിശ്വസിച്ചാൽ അഫ്ഗാനിസ്ഥാന്റെയും ഇറാന്റെയും സിറിയയുടെയും ഒക്കെ അവസ്ഥയായിരിക്കും ഇവിടെയും. കരുതിയിരിക്കുക.
സമ്മതത്തോടെ ലൈംഗിക ബന്ധം പുരുഷനെ കുറ്റക്കാരനാക്കുന്നത് കൂടുന്നു. സുപ്രീം കോടതി. സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധത്തിൽ പീഡനക്കുറ്റമില്ല. സമീപകാലത്തായി സ്ത്രീകൾ പുരുഷന്മാരെ ദുരുപയോഗം ചെയ്യുകയും ആവശ്യം കഴിയുമ്പോൾ അവരെ കേസുകളിൽ പെടുത്തുകയും ചെയ്യുന്ന പ്രവണത കൂടി വരികയാണ്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം വളരെ ശരിയാണെന്ന് വേണം കണക്കാക്കാൻ. സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണത്തിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യൂ. പുനലൂരിൽ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകന് 33 വർഷം കഠിന തടവ്. 7 വയസ്സുള്ള പിഞ്ചോമനയെ പീഡിപ്പിച്ചത് മലപ്പുറത്തുകാരനായ മുഹമ്മദ് റംഷാദാണ്. സംഭവം നടന്നത് മലപ്പുറത്തായതുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളും സാംസ്കാരിക നായകളും ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. കാരണം ആ ഭാഗങ്ങളിൽ ഈ സംഭവങ്ങളൊക്കെ സർവ്വസാധാരണമാണല്ലോ. അതുകൊണ്ട് പതിവ് പോലെ വാ തുറക്കാതെ അൽ കേരളം. സമാധാന മതക്കാർക്ക് സിനിമയെ പേടിയോ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആരെങ്കിലും വാ തുറക്കുമോ? ഇസ്ലാമിക മതമൗലികവാദികളുടെ ഭീഷണി. ടർക്കിഷ് തർക്കം എന്ന സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചു. മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ആക്ഷേപം. ടർക്കിഷ് തർക്കം തിയേറ്ററുകളിൽ നിന്ന് പിൻവലിച്ചു. ഈ പ്രത്യേക വിഭാഗക്കാരുടെ മാത്രം വ്രണം ഇങ്ങനെ പൊട്ടിയൊലിക്കുന്നത് എന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. എണ്ണം പറഞ്ഞ സാംസ്കാരിക നായകളാരും ഇതിനെതിരെ ഇതുവരെ കുരയ്ക്കുന്നതായി കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ പിൻവലിക്കേണ്ടി വരുന്നു എങ്കിൽ വ്രണപ്പെട്ടത് സമാധാന മതക്കാരുടെ വികാരം തന്നെയായിരിക്കണം. മറ്റു മതക്കാരുടേതായിരുന്നെങ്കിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമായി മാറിയേനെ. ഞമ്മന്റേതാണെങ്കിൽ മാത്രം അത് മതവികാരം. അതാണ് ഇവിടുത്തെ മതേതരത്വം. കൊല്ലം അയത്തിലിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു. കോൺക്രീറ്റ് നടക്കുന്നതിനിടെ മധ്യഭാഗം താഴ്ന്നു. ആർക്കും പരിക്കില്ല. ഭാഗ്യം. ഉദ്ഘാടനം കഴിഞ്ഞ് പൊളിയുന്നതിനേക്കാൾ നല്ലതാണല്ലോ പൂർത്തിയാവുന്നതിനേക്കാൾ മുന്നേ പൊളിയുന്നത്. തകർന്നു വീണതുകൊണ്ട് അത് കേന്ദ്രത്തിന്റെ ഹൈവേ പാലമാവാനാണ് സാധ്യത. ഉദ്ഘാടനം കഴിഞ്ഞിരുന്നെങ്കിൽ അത് മരുമോന്റേത് ആയേനെ. എന്ത് ചെയ്താലും ന്യായീകരിക്കാൻ ഒരുപാട് അടിമകളുള്ള ഈ നാട് ഒരിക്കലും നന്നാവില്ല. എന്നും നമ്പർ 1 കേരളം എന്ന തള്ളു മാത്രമായിരിക്കും ബാക്കി. പല മലയാളം സീരിയലുകളും എൻഡോസൾഫാൻ പോലെ മാരകമെന്ന് പ്രേംകുമാർ. ഈ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് തോന്നുന്നു. ചില സീരിയലുകൾ കുടുംബകലയ്ക്ക് കൂടിയാണ്. കാരണം പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സീരിയലും ഒരു കാരണമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യൂ. ഫെമിനിസ്റ്റ് യുവതി വരനെ തേടുന്നു. 20 ഏക്കർ ഫാമും ബംഗ്ലാവും ഉള്ളവർക്ക് മുൻഗണന. അതായത് ഇതൊന്നും അധ്വാനിച്ചുണ്ടാക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. കല്യാണം കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോൾ ഡിവോഴ്സ് ഫയൽ ചെയ്യണം. അങ്ങനെ ജീവനാംശം വാങ്ങിയെടുക്കാനുള്ളതാ. സ്വത്ത് തട്ടിയെടുക്കാനുള്ള ഓരോ പുതിയ വഴികളെ. എന്റെ സംശയം അതല്ല. 20 ഏക്കറും ഫാമും ബംഗ്ലാവും ഒക്കെ ഉള്ളവന് ഇതിലും വലിയ ഡിമാൻഡുകൾ ഉണ്ടാവില്ലേ? എന്തായാലും ഫെമിനിറ്റിയുടെ ഓരോ ആഗ്രഹങ്ങളെ. ഇന്ന് നമ്മൾ കാണുന്ന പല സിനിമകളും ലാഗ് അല്ല, നമ്മൾ റീൽ അഡിക്റ്റ് ആയതാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ് ഇത്. സംഗതി ചിന്തിച്ചപ്പോൾ സത്യമാണെന്ന് തോന്നി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യൂ.